ഹലോ ഗൈസ്, എൻ്റെ ആദ്യത്തെ ബ്ലോഗിലിട്ട് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ല. ഞാനിപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ആലപ്പുഴയാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ 2 ഫ്രണ്ട്സ് ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട്. അവരെ പിക്ക് ചെയ്യാൻ വന്നതാണ്. ജസ്റ്റ് അവർ കണ്ണിലെ കുത്തി ഗൈസ്. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഞങ്ങൾ അവിടെ നിന്ന് 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് പോകുന്നു. ആ പിങ്ക് ഡ്രസ്സിട്ട പുള്ളിക്കാരിയുടെ കല്യാണ ആലോചനയായിരുന്നു. അവിടെ എന്തുവാ നടന്നതെന്നുള്ള വിശേഷം അവൾ എന്നെ പറഞ്ഞു തരും കേട്ടോ. എന്റെ ആളുകാണലായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയി. ഇവിടെ കാരണം ജസ്റ്റ് മിസ്സിനൊന്ന് കല്യാണം ഞാനൊന്നും പറഞ്ഞില്ല. ഇവളുടെ ഒരു മുന്നത്തെ ഒരു 10 ലൈനിന്റെ കഥ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തു. അവിടുത്തെ പറഞ്ഞോളൂ. പിന്നെ ജസ്റ്റ് മിസ്സിന് കല്യാണം പഴയ പോലെ ആയി. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയതിന് ശേഷം ഇവരെനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു. സംഭവം പുള്ളിക്കാരിയുടെ ആണ് കാണലിന് പോയ സമയത്ത് പുള്ളിക്കാരൻ കൊടുത്ത ഒരു മിഠായി ആയിരുന്നു അത്. അവൾ എനിക്ക് ഗിഫ്റ്റാണ്, ഞാൻ മേടിച്ചാണെന്നൊക്കെ പറഞ്ഞ് തന്നു. പക്ഷേ സന്തോഷം, അതിൻ്റെ ബാക്കി അവൾ തന്നെയാണ് തിന്ന് തീർത്തത്. സുഹൃത്തുക്കളെ, അത് കാര്യമാക്കണ്ട. അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. കുറച്ച് ചോറയൊക്കെ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഡേ ഞങ്ങൾ പൊന്മുടിയിലോട്ട് പോയി ഗൈസ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ സമയം പോകാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കുട്ടിക്കുറുമ്പുകൾ കാണിച്ചു. എന്തുവാണ് அந்த கூட போன கைஸ் ഞങ്ങൾ സുബുവിന്റെ ചേച്ചിയും ചേട്ടനും ഭാവിയുമായിട്ട് നമുക്ക് വെട്ടുകാണ്. നമുക്ക് എന്ത് കഴിക്കാനിരിക്കുവാ. ഗൈസ്, മന്തിയൊക്കെ വന്നതിന് ശേഷം ഞങ്ങളൊരു ചലഞ്ച് ചേട്ടനോട് പറഞ്ഞു. ആ പച്ചമുളക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് ഫോട്ടോ കാണിച്ചു തരാമെന്ന്. ആ കാണാനുള്ള ആക്രാന്തത്തിൽ എൻ്റെ ചേട്ടൻ മതി മറന്ന് ആ പച്ചമുളക് അങ്ങോട്ട് കഴിച്ചു. പിന്നീടുള്ള കാഴ്ചകൾ അത്ഭുതമാണ്. അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. If you think you're bad, I'm your dad. ചലഞ്ചിൻ്റെ ആവേശം കഴിഞ്ഞപ്പോൾ അളിയൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്ന് ഞങ്ങളും പറന്നു അവിടെ നിന്ന്. പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. സിസ്റ്ററൊക്കെ അപ്പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ കാറിന് വെയിറ്റ് ചെയ്തു. കാറ് വന്നു. പിന്നെ ഞങ്ങൾ കാറിലൊക്കെ കയറി കുറച്ച് എൻജോയ്മെൻ്റ് ആയിരുന്നു ഗൈസ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ചെറുപ്പൻ വീട്ടുകാരുടെ കലാപരിപാടികളാണ് സുഹൃത്തുക്കളെ. അന്നരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടി പട്ടിന്റെ നീലന്ത ആലെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടി പട്ടിന്റെ നീലന്ത ഗോവിന്ദ. ഞങ്ങൾ വളരെ തകൃതിയായി ഡാൻസ് കളിക്കുമ്പോൾ ഹനുമാന്റെ വാക്യത്തെ പന്നിയേറ്റി കണക്ക് എൻ്റെ സഹോദരിയുടെ വായിൽ നിറഞ്ഞ ബന്ധം എൻ്റെ ശുട്ടുമണിയുടെ ഡാൻസും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഡാൻസ് ചെയ്ത് എൻ്റെ അളിയൻ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്ത് നല്ല വണ്ടിയുടെ ഇടയിലും കയറാതെ അവസാനം പൊന്മുടിയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് പിന്നെയും ഡാൻസ് ആയിരുന്നു ഗൈസ്. ഇനി സ്വല്പം പാട്ടാവാം. ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയമായി വശപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ അങ്ങനെ പൊന്മുടി റീച്ചായി ഗായ്സ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങള് പൊന്മുടിയിലെത്തിയപ്പോ കോട കാണാൻ എത്തിയതായിരുന്നു. പക്ഷെ ഞങ്ങളൊരു സർപ്രൈസ് കാണിച്ചു തരാം. ഇതിനുശേഷം ഞങ്ങൾ കോട കാണാനായി കൊടയും പിടിച്ചിറങ്ങി. കോട പോയിട്ട് കൂട പോലും ഇല്ലാതിരുന്നു. കുറെ കഴിഞ്ഞ് ഞങ്ങളുടെ ശുദ്ധമണി നടന്ന് ക്യാറ്റ് വാക്കിനായി ഇറങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ നടന്ന് പോയി ഗൈസ്. പോയി കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി അതാ വരുകയാണവൻ. വന്നു കഴിഞ്ഞു ഗൈസ്. സ്വല്പം മ്യൂസിക് ആവാം.
എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പട്ടി ഷോ കാണിക്കാനായി ഞാൻ അവിടെ കിടന്ന ഓരോരോ പട്ടി ഷോകൾ കാണിച്ചു. എൻ്റെ അളിയനൊരു പ്രൊഫഷണൽ ക്യാമറാമാൻ അല്ലാത്തത് കൊണ്ടും ക്യാമറയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ക്ലാരിറ്റി കുറയുന്നത് കൊണ്ടും എൻ്റെ ഈ വൃത്തികെട്ട മൂഞ്ചി എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കാടിൻ്റെ വിജനത ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇങ്ങനെ തേരാപാര നടക്കുമ്പോൾ നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റീലുകൾ എടുത്തു, കാണിച്ചു തരാം. ആഫ്റ്റർ ചൂടേറും നൃത്തച്ചുവടുകൾക്ക് ശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിറ്റേന്ന് ഞങ്ങൾ ലുലു മോളിലോട്ട് പോകാനായിട്ട് ബസ് നടക്കുമായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അടുത്ത വീഡിയോ എടുത്ത്. Hi guys, welcome back to my YouTube channel. Our YouTube channel കല്യാണമാണ് കേട്ടോ. ഗൈസ്, നമ്മള് ആദ്യം ഇവര് വന്നപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു പുള്ളിക്കാരിയുടെ കല്യാണമാണ് ഫിക്സ് ആയതെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവളുടെ കല്യാണം ഫിക്സ് ആയിരിക്കുകയാണ്. വളരെ പോകുന്നതിന് മുന്നേ തന്നെ അതാണ് ഒപ്പിച്ചെടുത്തു. അതെ, ശരിക്കും നമ്മൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി പിറ്റേന്ന് ഇവർ പോവുമായിരുന്നു. അങ്ങനെ ഇവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ഗൈസ്.